May God's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Greetings to all my dear ones in the name of our Lord and Savior Jesus Christ, who is coming soon. പ്രിയപ്പെട്ട ദൈവമക്കൾക്കെല്ലാം വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. Let us read a verse from the Holy Bible. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. Romans chapter 5 verse 12. Therefore, just as through one man sin entered the world, and death through sin, and thus death spread to all men because all sinned. നമുക്ക് വേദപുസ്തകത്തിൽ ഒരു വാക്യം വായിക്കാം. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ ഏത് വാക്യം? 12-ാം വാക്യം. ഓക്കെ. റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. God created the universe and everything in it. ദൈവം നമ്മുടെ ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചത് വളരെ പരിപാവനമായിട്ടായിരുന്നു. അത് തന്റെ വാക്കുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ദൈവം തന്റെ വാക്കുകളാണല്ലോ ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചത്. After creating everything for man, God made man. എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യനെ ആവശ്യത്തിനുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. God made man from the dust of the ground in his God's image and in God's likeness. ദൈവം തന്റെ സ്വരൂപത്തിൽ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്. Then God breathed into his nostrils the breath of life, and the man became a living being. മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം തന്റെ ജീവശ്വാസം അവന്റെ മൂക്കിൽ ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. Then God made a companion for Adam. അതിനുശേഷം ദൈവം പുരുഷന് ഒരു സഖിയെ, ഒരു കമ്പാനിയനെ, ഒരു സഹിയെ ദൈവം സൃഷ്ടിക്കുകയുണ്ടായി. God enjoys the fellowship with man. ദൈവം എപ്പോഴും മനുഷ്യനുമായിട്ടുള്ള സംസർഗം ആഗ്രഹിക്കുന്ന അവനാണ്. God used to visit man in Eden. ദൈവം എപ്പോഴും മനുഷ്യനെ സന്ദർശിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. The Lord God said to man, ദൈവം മനുഷ്യനോട് പറഞ്ഞു, you are free to eat from any tree in the garden. ദൈവം മനുഷ്യനോട് ഈ കാണുന്ന പൂന്തോട്ടത്തിലെ എല്ലാ വൃക്ഷത്തിന്റെയും ഫലം നിനക്ക് തിന്നാം, except from the tree of knowledge of good and evil. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. For when you eat, you will die. തിന്നുന്ന നാളിൽ നീ മരിക്കും. Adam and Eve have fellowship with God. ആദാമും ഹവ്വയും ദൈവവുമായിട്ടുള്ള സംസർഗത്തില് ആരാധനയിൽ പങ്കുകൊണ്ടിരുന്നു. They know who God is. അവർക്ക് ദൈവം ആരാണെന്ന് നല്ലപോലെ അറിയാമായിരുന്നു. They know all things are created by God. അവർക്ക് വേണ്ടി ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ചത് ദൈവമാണെന്നും അവർക്ക് അറിയാമായിരുന്നു. But they obeyed the word of Satan, in other words, serpent. എന്നാൽ അവര് ദൈവത്തിന്റെ കൽപ്പനകളെ മറന്ന് പിശാചിന്റെ, അതായത് സർപ്പത്തിന്റെ, പാമ്പിന്റെ വാക്കുകളെ ശ്രദ്ധിച്ചു. Instead of obeying the Creator, they obeyed the word of being created by God. ദൈവം സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ അവർ അനുസരിച്ചു. സൃഷ്ടിയെ അവർ അനുസരിച്ചു എന്നതാണ് വ്യത്യാസം. By obeying serpent, they disobeyed God. ആ പാമ്പിനെ അവർ വിശ്വസിച്ചതുകൊണ്ട് അവർ ദൈവത്തെ അവിശ്വസിച്ചു. They ate the forbidden fruit. അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന മറിഞ്ഞ് ലംഘിച്ചിട്ട് അവർക്ക് നിഷിദ്ധമായിരുന്ന ആ പഴം പറിച്ച് തിന്നു. Both Adam and Eve became sinners by disobeying God. ദൈവത്തെ അനുസരിക്കായി കൊണ്ട് ആദാമും ഹവ്വയും ഒരുപോലെ ദൈവസന്നിധിയിൽ പാപികളായി തീർന്നു. Light
and darkness cannot stay together. വെളിച്ചവും ഇരുളും ഒരിക്കലും ഒന്നിച്ചു വസിക്കാൻ സാധ്യമല്ലല്ലോ. They lost everything. അവർക്കുണ്ടായിരുന്ന എല്ലാം അവർ നഷ്ടപ്പെട്ടു. They lost the fellowship of God. അവർക്കുണ്ടായിരുന്ന ദൈവവുമായുള്ള സംസർഗം അവർക്ക് നഷ്ടപ്പെട്ടു. They were cursed. അവര് ശപിക്കപ്പെട്ടവരായി തീർന്നു. Not only they, because of them the ground became cursed. അവർ മാത്രമല്ല, അവരുടെ പാപം മൂലം ദൈവം സൃഷ്ടിച്ച ഭൂമിയും ശപിക്കപ്പെട്ടതായി തീർന്നു. And the ground produced thorns and thistles. അതുകൊണ്ട് ഭൂമിയിൽ മുള്ളും പറക്കാരയും മുളയ്ക്കുവാനിടയായി തീർന്നു. As we read, because of one man, that is Adam, sin and death entered the world. നമ്മൾ വായിച്ചതുപോലെ തന്നെ ഏക മനുഷ്യനാൽ പാപം ഈ ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്ന് നാം ഇപ്പോൾ വായിച്ചല്ലോ. There is no difference, for all have sinned and fall short of the glory of God. അത് യാതൊരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും ഒരുപോലെ പാപികളായി തീർന്നു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമ്മൾ in Romans 6:23 we read, for the wages of sin is death, in other words eternal hellfire. റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 24 ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, പാപത്തിന്റെ ശമ്പളം മരണം അത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. As we read in Mark 9:48, നമ്മൾ മർക്കോസിന്റെ ശേഷം മാർക്ക് 9:48, മർക്കോസിന്റെ സുവിശേഷം 9:48 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, their worms does not die and the fire is not quenched. അവിടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. Man deserves only hell because he disobeyed God and he became a sinner. മനുഷ്യൻ എന്തുകൊണ്ടാണ് നരക ന്യായവിധിക്ക് യോഗ്യനായി തീർന്നത്? അവൻ പാപം ചെയ്തുകൊണ്ട്, ദൈവകൽപ്പന ലംഘിച്ച് പാപം ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു. As we know, the wages of sin is death, in other words hellfire. നമ്മളിപ്പോ വായിച്ചതുപോലെ പാപത്തിന്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാൽ അത് ഹെൽ ഫയർ, അതായത് നരക ന്യായവിധി, നരകാഗ്നിയാണ് എന്നാണ് അതിന്റെ അർത്ഥം. But God loved the mankind. എന്നാൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. Who is this man that God loved? ആരെയാണ് ദൈവം സ്നേഹിച്ചത്? The man who disobeyed God and select Satan. ആ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച് ദൈവത്തെ വിട്ടിട്ട് പിശാചിനെ അനുസരിച്ച ആ മനുഷ്യനെയാണ് ദൈവം സ്നേഹിച്ചത്. Who wants to live in darkness than in light? ആർക്കാണ് ഈ അന്ധകാരത്തിൽ ജീവിക്കാൻ ഇഷ്ടമുള്ളത്? We were dead in our transgressions. നമ്മള് പാപത്തിൽ മരിച്ചവരാണ്. നമ്മുടെ അകൃത്യം മൂലം, പാപം മൂലം മരിച്ചവരാണ്. Yet God shows mercy upon us while we were still sinners. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു. As we read in John 3:16, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, for God so loved the world that he gave his only son, that whoever believes in him shall not perish but have everlasting life. ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു, തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. God loves man so much that he came into this world. ദൈവം മനുഷ്യനെ ഇത്രമാത്രം സ്നേഹിക്കയാൽ ദൈവം സ്വർഗം വിട്ട് താഴേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. In John 1:29, John the Baptist, when he saw Jesus, said, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തില് യോഹന്നാൻ യേശുവിനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, look, the Lamb of God who takes away the sins of the world. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് സാക്ഷ്യം പറഞ്ഞു. From heaven he came to this cruel world.
സ്വർഗം വിട്ട് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. As Matthew 1:20 says, she will give birth to a son. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തില് ദൈവം തന്റെ പുത്രനെ നമുക്കായി തന്നു എന്ന് എഴുതിയിരിക്കുന്നു. And you are able to give the name Jesus because he will save the people from their sins. യേശുവിനെ ആ നാമം, യേശു എന്ന നാമം കൊടുത്തത് അവൻ ലോകത്തെ തന്നെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കെ കൊണ്ട് അവൻ യേശു എന്ന് പേരിടണം എന്ന് ദൈവം അവരോട് പറഞ്ഞു. Let us read a verse from Philippians chapter 2 verse 6 to 8. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 6 to 8. Who being in the form of God did not consider it robbery to be equal with God, but made himself of no reputation, taking the form of a bond servant and coming into the likeness of men. And being found in appearance as a man, he humbled himself and became obedient to the point of death, even the death of the cross. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. Through his death he opens a way for us. അങ്ങനെ ദൈവം നമുക്കായി പാപികൾക്കായിട്ട് ഒരു മാർഗം തുറന്നു തന്നു എന്നാണ് നാം അറിയേണ്ടത്. Through his death we can have salvation. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് രക്ഷയുണ്ടായി. As John 1:12 says, യോഹന്നാൻ 1:12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. Yet to all who received him, to those who believed in his name, he gave the right to become children of God. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ പിതാവായ ദൈവം അധികാരം കൊടുത്തു. We cannot go to heaven with our own efforts or our own good works. നമുക്ക് സ്വർഗത്തിൽ പോകാൻ നമ്മുടെ സ്വയം പ്രയത്നം കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ഒന്നും സാധ്യമല്ല. Good works are good, but it will not save from our sins. നല്ല നല്ല പ്രവൃത്തികളൊക്കെ നല്ലതാണ്, എന്നാൽ അത് നമുക്ക് രക്ഷ നൽകുന്നില്ല. Not only of our deeds are worth to give us salvation. Not any of our deeds are worth to give us salvation. നമ്മുടെ നല്ല പ്രവൃത്തികളോ നല്ല വാക്കുകളോ എത്ര നന്നായാലും നമുക്ക് രക്ഷ നൽകുന്നതല്ല. So Jesus paid the penalty of sin and opened a way for us. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം തന്നിൽ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്കുള്ള ഒരു മാർഗം തുറന്നു തന്നു. God says, I am the way and the truth and life, and no one comes to the Father except through me. യേശു ഇപ്രകാരം പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നെ കൂടാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന്. God showed the way and he made everything ready for us. ദൈവം നമുക്കായിട്ട് ഒരു മാർഗം തുറന്നു തന്നു. അതിനുള്ള എല്ലാ മാർഗങ്ങളും എല്ലാ സുവിധകളും ദൈവം നമുക്കായിട്ട് ഒരുക്കി തന്നിരിക്കുന്നു. Because Jesus paid the penalty of our sins, we can be saved from the eternal hellfire. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ പരിഹാരമായിട്ട് എല്ലാം കൊടുത്തു തീർത്തതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ദൈവസന്നിധിയിലേക്ക് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനം സാധ്യമായി തീർന്നു. As Ephesians 2:8 says, for it is by grace you have been saved through faith. എഫെസ്യരുടെ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കൃപയാലെ വിശ്വാസം മൂലം അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. And this not from yourselves, it is the gift of God, not by works, so that no one can boast. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. If a beggar came to our house for alms, ഒരു ഭിക്ഷക്കാരൻ നമ്മുടെ വീട്ടിൽ ഒരു ഭിക്ഷയാചിച്ചുകൊണ്ട് വന്നാൽ, we gave what according to our own vision, according to our own standard. We will give the ഭിക്ഷക്കാരൻ നമ്മുടെ അളവനുസരിച്ച്, നമ്മുടെ
കഴിവനുസരിച്ചാണ് നാം അയാൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്. He did not deserve anything. ആ ഭിക്ഷക്കാരൻ നമ്മിൽ നിന്ന് ഒന്നും അവന് അവകാശമില്ല, അവന് അത് യോഗ്യനല്ല, എങ്കിലും നമ്മൾ അവന് കൊടുക്കുകയാണ്. Just like that, salvation is a free gift from God. അതുപോലെ തന്നെ പിതാവായ ദൈവം നമുക്കൊരിക്കൽ രക്ഷാമാർഗം എന്ന് പറയുന്നത് നമ്മൾ അതിന് അർഹരല്ല, യോഗ്യരല്ല, എങ്കിലും പിതാവായ ദൈവം അത് ദാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുകയാണ്. We only have to receive it by faith. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസത്താലല്ലാതെ നമുക്കത് പ്രാപിപ്പാൻ ഒരിക്കലും സാധ്യമല്ല. We have seen now. നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു. First thing, there is no difference. All of us have sinned and have become short of the glory of God. ആദ്യമായി നമ്മൾ കണ്ടു, ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും പാപികളായി ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. The second thing, the wages of sin is death, in other words, hell. രണ്ടാമത് നമ്മൾ കണ്ടത് പാപത്തിന്റെ ശമ്പളമാകുന്ന മരണം അത്രേ, അത് നരകാഗ്നി മാത്രമാണ്. Third thing, we cannot save ourselves by our deeds or good works. മൂന്നാമതായിട്ട് നാം കണ്ടു, നമ്മുടെ നല്ല പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ സ്വയം പ്രയത്നം കൊണ്ടോ നമുക്ക് രക്ഷ ഒരിക്കലും സാധ്യമല്ല. Fourth thing, God so loved us so that Jesus paid the penalty of sin and opened a way for us. നാലാമത് നാം കണ്ടത്, ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു, നമ്മുടെ പാപത്തിന് പരിഹാരമാക്കി തീർത്ത് നമ്മെ രക്ഷാദാനമായി തന്നു. Fifth thing, salvation is a gift of God, so it is free for us because God paid everything. അഞ്ചാമതായിട്ട് നാം കണ്ടത് രക്ഷാദാനം അത്രേ, അത് ദൈവത്തിന്റെ കൃപാദാനം മാത്രമാണ്, നമ്മുടെ ആരുടെയും പ്രവൃത്തിയല്ല. What we have to do now? നാം എന്താണ് ഇനിയും ചെയ്യേണ്ടത്? Let us read a verse from the Holy Bible. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. Romans chapter 10 verse 9 and 10. That if you confess with your mouth the Lord Jesus and believe in your heart that God has raised him from the dead, you will be saved. For with the heart one believes unto righteousness, and with the mouth confession is made unto salvation. റോമലേഖനം 10-9 വാക്യം ഇങ്ങനെ വായിക്കുന്നു. യേശുവിനെ കർത്താവെന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. We have to repent about our sins. നാം നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കേണ്ടിയിരിക്കുന്നു. And believes in Jesus Christ's death, burial and resurrection. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനത്തിൽ നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. We have to accept Jesus Christ as our only Lord and Savior. നമ്മ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഏക രക്ഷിതാവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. If we do so, we will be saved from eternal hell. നാം അങ്ങനെ ചെയ്താൽ നമുക്ക് നിത്യനരക ന്യായവിധിയിൽ നിന്ന്, നിത്യനരക ശിക്ഷാവിധിയിൽ നിന്ന്, നരകാഗ്നിയിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കാൻ സാധിക്കും. We will have eternal life. നമുക്ക് നിത്യരക്ഷ, നിത്യജീവൻ ദാനമായി ലഭിക്കും. And our name will be written in the book of life. അങ്ങനെ നമ്മുടെ പേര് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. If any one of here is not a child of God, നമ്മൾ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ദൈവമക്കളായി തീർന്നിട്ടില്ല എങ്കിൽ, then the word of God says, I tell you, now is the time of God's favor. Now is the day of salvation. എന്നാൽ അപ്പോൾ കർത്താവായ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പറയുന്നു, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, വിശ്വസിക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണ് എന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു. We do not know if we are alive tomorrow.
നാളെ നാം ജീവിച്ചിരിക്കുമോ എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. God can come at any time. നമ്മുടെ കർത്താവ് ഏത് സമയത്തും വീണ്ടും വരും എന്ന് വാഗ്ദത്തം ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. We can die also at any time. നാം ഏത് സമയത്തും നമ്മുടെ മരണം നമ്മെ സമീപിച്ചെന്ന് വരാം. So God is telling us, now is the time of God's favor and now is the day of salvation. അതുകൊണ്ട് ദൈവം നമ്മോട് പറയുന്നത്, നാളത്തേക്ക് മാറ്റിവെക്കരുത്, ഇപ്പോഴാകുന്ന സുപ്രസാദമാണ്, ഇതാകുന്ന സമയം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം കർത്താവിനായിട്ട് സമർപ്പിക്കുക. Tomorrow is not for us. നാളെ നമുക്കുള്ളതല്ല. If any of you believe these things, then with full faith pray like this. ആരെങ്കിലും, ഞങ്ങളെ കേൾക്കുന്നവർ ആരെങ്കിലും ഇത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുക. Heavenly Father, I came to you with my full heart. പിതാവേ, സ്വർഗീയ പിതാവേ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ തൃപ്പാദത്തിലേക്ക് ഇതാ അടുത്ത് വരുന്നു. I am a sinner. ഞാനൊരു പാപിയാണ്. Oh Lord, have mercy upon me. പിതാവേ, എളിയലോട് കൃപ തോന്നണമേ. Forgive my sins എന്റെ പാപങ്ങളെ നീ ക്ഷമിക്കണമേ. and make me your child. എന്നെ നിന്റെ മകളാക്കി തീർക്കണമേ. I believe that you came to this world for me. നീ ഈ ലോകത്തിലേക്ക് വന്നത് എന്നെ രക്ഷിപ്പാനാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. You died on the cross for me and paid the penalty of my sins. എന്റെ പാപത്തിന്റെ പരിഹാരമായിട്ട് എന്റെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും നീ നിന്റെ മേലെടുത്തു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. I believe on your death, burial and resurrection. കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചു, അടക്കം ചെയ്യപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു. Make me your child. നിന്റെ മകളാക്കി തീർക്കണമേ. I accept you as my only Lord and Savior. ഞാൻ നിന്നെ എന്റെ ഏകരക്ഷിതാവും കർത്താവുമായിട്ട് എന്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് അംഗീകരിച്ചിരിക്കുന്നു. Thank you, Lord, for my hearing my prayers. എന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു. Thank you, Lord, for making me your child. എന്നെ നിന്റെ മകളാക്കി തീർത്തുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയും നിന്നെ സ്തുതിക്കുകയും ചെയ്യുന്നു. I ask all these things in the name of my Lord and Savior Jesus Christ. എന്റെ ഈ പ്രാർത്ഥന എന്റെ കർത്താവും രക്ഷിതാവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ചോദിക്കുന്ന കൃപ തോന്നി കേൾക്കണമേ. Amen. ആമേൻ. If you prayed with faith, then God is telling that salvation is free. ഈ പ്രകാരം നീ പ്രാർത്ഥിച്ച് നമ്മുടെ രക്ഷ ദാനമാണെന്ന് വിശ്വസിച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ It is a gift from God. ഇത് ദൈവത്തിന്റെ ദാനമാണ്. You are saved. Now you are a child of God. പ്രാർത്ഥിച്ചു, നീ ഒരു ദൈവ പൈതലാണെന്ന് വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, സമർപ്പിച്ചു കഴിഞ്ഞു. So you are a child of God. ഇപ്പോൾ നീ ഒരു ദൈവമകനായി തീർന്നിരിക്കുന്നു. You got eternal life. ഇപ്പോൾ നിനക്ക് നിത്യ രക്ഷ, അതായത് നിത്യജീവൻ ദാനമായി ലഭിച്ചിരിക്കുകയാണ്. Your name is written in the book of life. നിന്റെ പേര് ഇപ്പോൾ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. Let us thank Lord for this great privilege. നമുക്ക് ഇങ്ങനെയുള്ള നല്ല അവസരം തന്നതിനായിട്ട് നമുക്ക് പിതാവായ ദൈവത്തെ സ്തുതിക്കാം. And in the coming days, let us read the word of God. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവത്തിന്റെ തിരുവചനം വായിക്കുക. And meditate it and study it. തിരുവചനം വായിച്ച് ധ്യാനിച്ച് പഠിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുക. And pray to our Savior and our Father for our needs. ദിനംതോറും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് സ്വയം സമർപ്പിക്കുക. May Lord Almighty help us to live according to the will of God. May His name be glorified. സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇത്ര വലിയ രക്ഷദാനമായി തന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വരും കാലങ്ങൾ ജീവിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.